ഒരായുധം മൂർച്ച കൂട്ടിയാലേ മൂർച്ച കുറയാതെ നിൽക്കുള്ളൂ. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ ആരോടും ഒന്നും പുറത്ത് പറയാറില്ല. ഓക്കെ, എന്താണ് ചെയ്യുന്നതെന്ന്. കാരണം അത് പറഞ്ഞാൽ കൂടുതൽ നെഗറ്റീവാണ് ഉണ്ടായത്. ഈ 35 വർഷങ്ങളിലും ഓരോ വർഷത്തിലും എന്തെങ്കിലും പുതിയ കോഴ്സ് ഞാൻ രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്യുപഞ്ചർ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ ഈ ഗ്രാഫിക് ഡിസൈനിങ്, ഓട്ടോകാഡ്, 3ds മാത്സ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരായുധം മുറിച്ചു വിട്ടാതെ അവിടെ വെച്ചാൽ തുരുമ്പ് പിടിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. അതായത് നമ്മൾ ഓരോരോ കാലത്ത് ഓരോരോ സ്വപ്നങ്ങൾ കാണും. ജീവിത സാഹചര്യങ്ങൾ കാരണം കുറേ കാലം നമുക്ക് ആ സ്വപ്നങ്ങൾ ചിലപ്പോൾ മറന്നു പോവേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കും. വീണ്ടും ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ സ്വപ്നം സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ പല സ്വപ്നങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും, പലതും ഒരു പക്ഷേ സ്വന്തമാക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയാണല്ലോ ജീവിതം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അങ്ങനെ ബേസിക്കലി 1990കളിൽ PG ചെയ്യാൻ ആഗ്രഹിച്ച് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ PG ചെയ്യാൻ സാധിക്കാതെ ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്ന് PG ചെയ്യുകയും അതുപോലെ തന്നെ UGC നെറ്റ് എക്സാം ഏകദേശം ജോലിയൊക്കെ ചെയ്ത് ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് 60-ാം വയസ്സിൽ UGC നെറ്റ് ക്വാളിഫൈ ഒക്കെ ചെയ്തിട്ടുള്ള എയ്ഫ്രറ്റ് ആയിട്ടുള്ള അബ്ദുൽ കരീം. ഓക്കെ, കരീംക്കാണ് നമ്മളെ കൂടെ ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് കരീംക്ക. ഓക്കെ, അതായത് PG ആഗ്രഹിച്ചൊരു 30 വർഷങ്ങൾക്ക് ശേഷം PG ചെയ്തു, ഇപ്പം നെറ്റ് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ആദ്യം കരീംക്കയുടെ ഒരു അക്കാഡമിക് ജേണി ഒന്ന് പറയാം ആളുകൾക്ക്, ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ. എങ്ങനെ പഠിച്ചു, എവിടെ എത്തി? 1982 ഞാൻ SLC എഴുതുന്നത്. ഓക്കെ, അന്ന് 210 മാർക്കാണ് പാസ് മാർക്ക്, പക്ഷെ 157 മാർക്കാണെന്ന് കിട്ടിയത്. അന്ന് ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എൻ്റെ മതപഠനത്തിലേക്ക് തിരിഞ്ഞു. ഓക്കെ, അങ്ങനെ 10 വർഷത്തിന് ശേഷം 92 ബാക്കിയാത്തിൽ നിന്ന് ബാക്കവി ബിരുദം നേടി. അതിനുശേഷം ഒരു വർഷം കാമിൽ സക്കാഫി ബിരുദത്തിന് മർക്കസിലും ചേർന്നു. അതിനുശേഷം കോളേജിൽ അധ്യാപന ജീവിതമായിട്ട് പോയി. 95 അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ MA എഴുതണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം ബാക്കിയാത്ത് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ഉണ്ട്. ഓക്കെ, ആ കണക്ഷൻ ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ചു. കോഴിക്കോട് സ്ഥാപനത്തിൽ എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിന് വന്നു. പക്ഷേ 2 പ്രാവശ്യം 2 സമയം എക്സാമിൻ്റെ സമയത്ത് ആപ്ലിക്കേഷൻ റിജക്റ്റായി. പിന്നെ അതോടുകൂടി ആ മോഹം അസ്തമിച്ചു. കാരണം എനിക്ക് SLC ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇനി ആ വഴി അടഞ്ഞു എന്ന് വിചാരിച്ചു. പിന്നെ അധ്യാപന മാർഗത്തിൽ അങ്ങനെ മുന്നോട്ട് പോയി. 2015 വീണ്ടും തുല്യതാ പഠന കോഴ്സ് വന്നത്. അപ്പോൾ എനിക്ക് SLC എഴുതണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ 2015 SLC എഴുതി. അതിനുശേഷം അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളാണ് എൻ്റെ അധ്യാപനായിട്ട് അന്ന് വന്നത്. നാസർ മാഷ് എന്ന് പറയും. അദ്ദേഹം SLCക്ക് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്നിപ്പോൾ റിട്ടയർഡായി. അദ്ദേഹമാണ് എന്നെ SLCയിൽ ഒരു ഹിസ്റ്ററിക്ക് മാഷായി വന്നത്. പിന്നീട് 2018 +2 എഴുതി. +2 നല്ല മാർക്കുണ്ട്. അതിന് ജില്ലയിൽ നിന്ന് പ്രത്യേക സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA അറബിക്ക് 2022. അതിനുശേഷം 2024 IGNO അതിൽ നിന്ന് MA കംപ്ലീറ്റ് ചെയ്താൽ പ്രൊജക്റ്റിൻ്റെ റിസൾട്ട് മാത്രം വരാൻ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ 2024 ഫായിസ് മുഖേന എയ്ഫറിനെ സംബന്ധിച്ച് അറിയുകയും അങ്ങനെ അവസാന എക്സാമിനായിട്ട്. ഓക്കെ, കരീംക്ക, അപ്പോൾ നമ്മൾ പലരും ഉള്ളൊരു പ്രശ്നം എന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് പഠിക്കും, ജോലി നേടാൻ വേണ്ടി പഠിക്കും. അപ്പോൾ കരീംക്ക് ഏകദേശം 30 വർഷത്തോളം ജോലി ചെയ്തു. ഒരു പ്രൊഫഷണലി എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് ആയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും അങ്ങനെ റിട്ടയർമെന്റിൽ എന്നാലും റിട്ടയർമെന്റ് ആയി, വീണ്ടും പഠിച്ചു, ഇപ്പൊ ക്വാളിഫൈ ചെയ്തു. അപ്പൊ ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. എന്തിനാണ് ഈ മനുഷ്യൻ ഈ പഠിക്കുന്നത്? ഓക്കെ, എന്തിനാണ് കരീംക്ക പഠിച്ച് പരീക്ഷ എഴുതിയത്? ബേസിക്കലി എന്തായിരുന്നു ഉള്ളിലുള്ള ആഗ്രഹം? എനിക്ക് പണ്ടേ ഒരു ഡോക്ടറേറ്റ് നേടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, മെഡിക്കൽ രംഗത്തിൽ ഇനിയിപ്പോൾ സാധ്യത പിന്നീടുള്ള സാധ്യത ഈ വഴിക്കാണല്ലോ. പിന്നെ 35 വർഷത്തോളം അധ്യാപന രംഗത്ത് ജോലി ചെയ്തതിന് ശേഷം ഇനി ഒരു ജോലി ഞാൻ ചിന്തിക്കുന്നില്ല. ഇനി എൻ്റെ എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കലെന്ന് ഞാൻ നേരെ തിരിച്ചാണ്. പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യാം, ആ ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏകദേശം തീർന്നു. മക്കളൊക്കെ ഒരു നിലയിലെത്തി. ഇനി അവരെ സംബന്ധിച്ച് നമ്മൾ ബാധ്യത ഏൽക്കേണ്ട ആവശ്യമില്ല.
ഇനി എൻ്റെ പഠനത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും ചെലവ് വേണ്ടിയുള്ള ഒരു അധ്വാനം ഇതുള്ളൂ. അപ്പൊ അന്നേത് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിറവേറും എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് കണക്ക്, ലോജിക്കല്. മറ്റുള്ളവർക്കൊക്കെ പ്രയാസമുള്ള വിഷയങ്ങൾ എനിക്ക് എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഞാനും എപ്പോഴും കുട്ടികളോടൊക്കെ പറയാറുണ്ട്, പഠിക്കാനുള്ള ഇഷ്ടത്തിന് പഠിക്കുക. ആ ഒരു എക്സൈറ്റ്മെന്റിന്, ജോയ്ഫുള്ളിന് പഠിക്കുക. അതിന്റെ ഭാഗമായി ഡെഫിനറ്റ്ലി ജോലിയും വിജയങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും വരും. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും. പഠനത്തെ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ ഇഫറൊക്കെ ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം, പഠനം ഒരു എൻജോയ്മെന്റ് ആവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പം കരീംക്ക തന്നെ കുറെ ബ്രേക്ക് എടുത്തു, ഐ മീൻ പഠനത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തു, ജോലി തിരിച്ചു വരുന്ന സമയത്ത്. ഇപ്പം നമ്മളെ ക്ലോസ് സർക്കിളുകളിൽ ഇപ്പൊ കരീംക്കനോട് ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത് നടക്കൂല, നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ്, ഇത്ര ബ്രേക്കിന് ശേഷം എന്തിനാണ് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ എന്നുള്ളതല്ല, ചെറിയ പല ആളുകളും പറഞ്ഞു ഈ പ്രായത്തിൽ എന്തിനാ പഠിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ ആരോടും ഒന്നും പുറത്തു പറയാറില്ല. ഓക്കെ, എന്താണ് ചെയ്യുന്നതെന്ന്. കാരണം അത് പറഞ്ഞാൽ കൂടുതൽ നെഗറ്റീവാണ് ഉണ്ടായത്. ഈ 35 വർഷങ്ങളിലും ഓരോ വർഷത്തിലും എന്തെങ്കിലും പുതിയ കോഴ്സ് ഞാൻ രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അക്യുപഞ്ചർ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ ഈ ഗ്രാഫിക് ഡിസൈനിങ്, ഓട്ടോകാഡ്, 3ds മാത്സ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരായുധം മൂർച്ച കൂട്ടിയാലേ മൂർച്ച കുറയാതെ നിൽക്കുള്ളൂ. അപ്പൊ ഇതിനുള്ള മാർഗങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പുറത്താരോടും പറയാറില്ല. അപ്പൊ വെറുതെ നിന്നിട്ടില്ല. ഈ 35 വർഷം ഞാൻ വർക്ക് ചെയ്തേ. അതായത് പഠനം ഇഷ്ടമായിരുന്നു എല്ലാ കാലത്തും. അത് നെറ്റ് ആണെങ്കിലും PG ആണെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും ഓട്ടോകാഡ് ആണെങ്കിലും എല്ലാ കാലത്തും പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളേതായ സർക്കിൾ. പക്ഷെ എന്നാലും ഞാനിങ്ങനെ സംസാരിച്ചപ്പോ ചില സ്റ്റേജുകളിലൊക്കെ നിങ്ങളെ കൊണ്ട് ഇത് പറ്റൂല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവില്ല. അതെങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? കാരണം നമ്മളത് ചോദിക്കാൻ കാരണം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഫ്രൈറ്റ്സിനോട് ബാക്കിയുള്ള ആളുകളോടൊക്കെ സൊസൈറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് തർക്കശാസ്ത്രം, ഈ ഫിലോസഫി പഠിക്കുന്ന സമയത്ത്, ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുതിർന്ന കുട്ടികൾ ദർസിലുണ്ടാവും റാഗിങ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു പുതിയ ദർസിലേക്ക് ചെന്ന സമയത്ത് ഏറ്റവും ടോപ്പിലുള്ള ഹൈലസ്റ്റ് ലെവലിലെ കുട്ടികൾക്ക് ഉള്ള ഒരു ക്ലാസ്സാണ്. അപ്പൊ എന്നെ കുട്ടികൾ പുതിയ ക്ലാസ്സാണ് ചെന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് അറിയാതെ ആ ക്ലാസ്സിൽ ചെന്നിരുന്നു. അപ്പം മറ്റുള്ളവരൊക്കെ എന്നെ കണ്ട് പരിഹസിച്ച് ചിരിച്ചു. അപ്പോൾ എൻ്റെ ഉസ്താദ് ഗുരുനാഥൻ, അദ്ദേഹം പക്വതയോടുകൂടി കൈകാര്യം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, കരീമേ എനിക്കിത് മനസ്സിലാവില്ല, പിന്നെ ഇതിൻ്റെ മുമ്പ് കുറേ ബാലപാഠങ്ങൾ പഠിക്കാനുണ്ട്, 2-3 വർഷം അതിന് മുമ്പ് കോഴ്സുകൾ ചെയ്യാനുണ്ട്, അതിൻ്റെ ശേഷമേ ഇത് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഈ ഇവിടെ സദസ്സിൽ വന്നിരുന്നല്ലോ, ഉസ്താദ് ഈ ക്ലാസ് പഠിപ്പിച്ച് തരാൻ തയ്യാറാണെങ്കിൽ ഞാനിത് പഠിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാരണം ഞാനിരുന്നു. ഞാൻ 24 മണിക്കൂറും ആ ക്ലാസ് കേട്ടു. പണ്ട് മാലിക് ഇമാമിൻ്റെ ഒരു കഥ പറയാറുണ്ട്, ഒരു കിതാബ് കാണാതെ പഠിച്ചു എന്നുള്ളത്. അതേപോലെ ആ കിതാബ് ഫുള്ളായിട്ട് ഞാൻ കാണാതെ പഠിച്ചു. ആദ്യമായിട്ട് ജീവിതത്തിലുണ്ടാകുന്ന ഒരു അപമാനത്തിന് പ്രതികാരം ചെയ്യാനാണ്. പിന്നീട് ആ സെക്ഷനിലെ കുട്ടികൾക്ക് തന്നെ ഈ ക്ലാസ് മനസ്സിലാകാത്തത് കൊണ്ട് ഞാനാണ് പിന്നെ അവർക്ക് ക്ലാസ് എടുത്തെടുത്തത്. അതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു മത്സരം. അവിടുന്ന് അതായത് മറ്റൊരാള് പറ്റില്ല എന്ന് പറയുന്നത് ചെയ്യാൻ. അതായത് ഞാൻ ആ കിതാബ് ശരത്തദീപ് പറയും, കിതാബ് ഫുള്ളായിട്ട് കാണാതെ പഠിച്ചു. അത് കലക്കി കുടിച്ചു എന്നറിയാം. പിന്നെ ഉസ്താദ് എന്തെങ്കിലും ഉസ്താദിന്റെ അടുത്തേക്ക് സംശയം വന്നാൽ അത് കരീമിനോട് ചോദിച്ചോളൂ. എന്നെ പരിഹസിച്ച കുട്ടികൾ തന്നെ പിന്നെ എന്റെ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എനിക്കും തോന്നുന്നതേ, നമ്മളൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസുകളിലൊന്ന് നമ്മൾ പറയും, പലരും പറയുന്ന ഒരു കേസാണ് ടഫ് സബ്ജക്റ്റ് ആണ്, ഇതെനിക്ക് പഠിക്കാൻ പറ്റൂല, ഇതെനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടഫ് സബ്ജക്ട് എന്നുള്ള ഒന്നുമില്ല. നമുക്കത് ഇഷ്ടമാണെങ്കിൽ ഏതും നമുക്ക് പഠിക്കാം. ഈസി ആവും നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെയും സംഭവിച്ചിട്ടുള്ള ഒരു കേസ് എനിക്ക് തോന്നുന്നത്, പൊതുവെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ടഫ് ആയിട്ടുള്ള ഒരു സംഭവം, നമ്മളെടുത്തൊരു ഒരു ഇമോഷണൽ ഒരു മോട്ടിവേഷൻ വന്ന സമയത്ത് നമ്മളത് പഠിച്ചു എന്നുള്ളത്. ഞാനത് അവരെ പരിഹാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനത് പഠിക്കൂല. അതേപോലെ തന്നെ മാത്സ്, ഇതും എന്നെ ടോപ്പിലെത്തിച്ചൊരു വിഷയം തന്നെയാണ്. ഈ 2 വിഷയത്തിൽ ഞാൻ ആരെ മുന്നിൽ ഞാൻ തോറ്റെടുത്തിട്ടില്ല. അതാണ് ഇൻസൾട്ടാണ് ഏറ്റവും ലിംഗ്വിസ്റ്റിക് എന്നൊക്കെ പറയുന്ന പോലെ പരിഹാസം എല്ലായ്പ്പോഴും ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ആളുകളോട് നമുക്ക് അതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ജയിച്ചു കഴിഞ്ഞ ആളുകളാണ്, ഐ മീൻ അറ്റ്ലീസ്റ്റ് എക്സാം എങ്കിലും ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസവും കളിയാക്കലുകളും നേരിടുന്ന ആളുകളുണ്ട്, അവരോട് പറയണം. പിന്നെ നമ്മളിപ്പോൾ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ നമുക്കിപ്പോൾ നെറ്റിനൊരു ഏജ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് 35
35-38 വയസ്സാകുമ്പോഴൊക്കെ പലരും പറയുന്ന ഒരു ആസ്പെക്ട് ആണ്, എനിക്ക് പ്രായമായി, ഓക്കെ പഠിച്ചൊന്നും ഓർമ്മയില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ആസ്പെക്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ലായിരുന്നു? ഐ മീൻ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? ഒന്നാമത് ഞാന് ഒരു പുതിയൊരു കോഴ്സ് പഠിക്കാത്ത ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ടൈം ലിമിറ്റ് വെക്കും, ഇന്ന കാലം കൊണ്ട് ഇന്ന കോഴ്സ് പഠിച്ചിരിക്കണം. അതൊന്നൊരിക്കൽ നമ്മൾ ആധുനിക കോഴ്സായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സായിരിക്കും, എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാതിരുന്നിട്ടില്ല. അത് ഒരു പക്ഷേ സ്ഥാപനത്തിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ കുടുംബത്തിന്റെ പിന്തുണ. പക്ഷെ അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത്. മേ ബി ചിലപ്പോൾ നമ്മൾ 30 വയസ്സ് വരെ പഠനം നിർത്തി ഒരു 10-15 കൊല്ലം ഒന്നും പഠിക്കാതെ ചിലപ്പോൾ 45-ാം വയസ്സിൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മള് ഒരു ആയുധം മുറിച്ചുവിട്ടാതെ തുരുമ്പ് പിടിച്ചു പോയിട്ടുണ്ടാവും. തുരുമ്പ് പിടിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഓക്കെ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഏജ് ഒരു മാറ്ററേ അല്ല, പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനിയും എനിക്കൊരു 10-15 ഇനി ഇതേ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് കരുതുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാല് മാത്സ് പഠിക്കാൻ പറ്റൂല എന്നുള്ള ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ ബേസിക്കലി നിങ്ങളോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നിങ്ങൾ മാത്സ് ഒക്കെ കുറച്ച് ടഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇതിലാണെന്നാ. പക്ഷെ നിങ്ങൾക്ക് മാത്സ്, റീസണിങ്, ഇപ്പൊ ലോജിക്കൽ ആണെങ്കിലൊക്കെ ഭയങ്കര ഈസിയാണ്. എങ്ങനെയാണ് ഈ മാത്സ്, ലോജിക്കൽ, റീസണിങ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്? മറ്റുള്ള വിഷയങ്ങളിൽ എക്സ്പാൻഡ് എത്ര വിശദീകരിക്കാം. ഉദാഹരണം ഒരു 10 എത്രയെന്ന് കണക്കിന്റെ വിഷയത്തിൽ നമ്മൾ ചോദിച്ചാൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 20 എന്നാ പറയല്, ഒരു PhD എടുത്ത ആളും 20 എന്നാ ഉത്തരം പറയല്. ആ സ്ഥാനത്ത് മറ്റുള്ള വിഷയങ്ങളാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അതിനനുസരിച്ചൊരു ഉത്തരം ഉണ്ടാവും, 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അതിനനുസരിച്ച് ഉത്തരം ഉണ്ടാവും, PhD നേടിയാൾക്ക് അതിനനുസരിച്ചൊരു ഉത്തരം ഉണ്ടാവും. ഉത്തരം വിശാലമായിരിക്കും. പക്ഷെ ഒരിക്കലും കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കണക്ക് മാത്രമാണ്. അതേപോലത്തെ ഒരു ഫിലോസഫി. മറ്റുള്ള വിഷയങ്ങൾ അങ്ങനെയല്ല. ഏറ്റവും പഠിക്കാൻ സുഖം, കൃത്യതയിലും ഒരു ലിമിറ്റഡ് ആയതും കണക്കും ഫിലോസഫിയാണ് എൻ്റെ ദൃഷ്ടിയിൽ. മറ്റുള്ള വിഷയങ്ങളൊക്കെ വിശദമായിട്ട് കൂടുതൽ പറയാൻ കഴിയും. സയൻസിനെ പറ്റിയിട്ട് ഒരാൾക്ക് പറയുന്നതിനേക്കാൾ മറ്റൊരാൾക്ക് കൂടുതൽ പറയാൻ കഴിയും. അപ്പം മാത്സിലും ഇതിലും നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് പ്രോഫിറ്റ് കാണേണ്ട, ലോസ് കാണേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല. അതായത് 19-20 ആണ്, അത് കുറച്ചൊക്കെ 20 ആണ്, കൂടുതൽ 20 ആണ് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ. അത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്, രണ്ടല്ലാത്ത മൂന്നാമതൊരു ഉത്തരമല്ല. ഓക്കെ. ഇപ്പം ഞാനിങ്ങനെ 60-ാം വയസ്സുകൾ ജയിച്ചെന്ന് പറയുമ്പോൾ പലരും കരുതുന്ന ഒരു ആസ്പെക്ട് ചിലപ്പോൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാല് നിങ്ങൾ കുറെ കാലം കൊണ്ട് നെറ്റ് എഴുതുന്നുണ്ടെന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് എത്രാമത്തെ അറ്റംപ്റ്റ്? 2ാമത്തെ അറ്റംപ്റ്റ് ആണ്. അതായത് 1-ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പോയത് ഒരു അലിഫിന്റെ കാരണത്താലാണ്, ഒരൊറ്റ അലിഫിന്റെ കാരണത്താൽ. ഒരു ചോദ്യം റാഫി സാർ എപ്പോൾ അതിൽ അദ്ദേഹത്തെ വളരെ പ്രശംസിക്കണം. കം കിതാബൻ ഖറഅത എന്നൊരു ചോദ്യം വന്നു. അപ്പൊ ഞാൻ 10-35 വർഷമായിട്ട് അറബിയിൽ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, ഞാനത് നെവർ മൈൻഡ് ആക്കി. അറബിക്ക് ഞാൻ അത്ര പ്രാധാന്യം കൊടുത്തില്ല. അവിടെ ഞാൻ കുത്തുബൻ ഖറഅത, അതായത് നീ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു എന്നാണ് ചോദ്യം. അത് ഗ്രാമർ പ്രകാരം കിതാബൻ ഏകവചനമായിട്ടാണ് പറയേണ്ടത് കമ്മിന്റെ ശേഷം. ഞാനത് ശ്രദ്ധിക്കാതെ കുത്തുബൻ എന്ന് പോയി. ഈ കുത്തുബൻ എന്ന ഒരു അലിഫിന്റെ കിതാബൻ കുത്തുബൻ ഒരു അലിഫിന്റെ വ്യത്യാസമാണ്. ഈ അലിഫിന്റെ തെറ്റ് 2 മാർക്കിന് പോയി. ആ 2 മാർക്ക് ഒരു കട്ട് ഓഫും പോയി. അപ്പൊ ജീവിതത്തിൽ ഒരു അലിഫ് എന്റെ ഒരു ചാൻസ്, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ചാൻസിന്. അപ്പൊ അതായത് വീണ്ടും നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ്സ് ഓൺലി 1 or 2 എഫേർട്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കരീംഖാന്റെ ജേണിയിൽ ഒരു എയ്ഫർ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയി? എയ്ഫർ ആണ് എന്നെ ജെറ്റിലേക്ക് എത്തിച്ചത്. കാരണം പ്രത്യേകിച്ച് സാറിന് മുഖസ്തുതി പറയാനല്ല, ഞാൻ കുറെ കാലം അധ്യാപന രംഗത്ത് ജീവിച്ച ആളാണ്. അതേപോലെ കുറെ അധ്യാപകന്മാർക്ക് പരിചയമുണ്ട്. പക്ഷെ സാറിനെ പോലത്തെ ഒരു ഡെഡിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവരോട് പറയാറുണ്ട്, സാറ് ഒരു ദിവസത്തെ മാരത്തോൺ ക്ലാസ് വൈകുന്നേരം മുതൽ രാവിലെ വരെ ക്ലാസ്സാണ്. അപ്പം ഇവരൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഞാനിങ്ങനെ ഉറങ്ങും ചെയ്യും, ഉണരാതൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചായയും വെള്ളമൊക്കെ കൊണ്ടുവന്നേരാൻ ഇവരുണ്ട്. ഞാൻ പറഞ്ഞു, സാറ് മക്കളോട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ പോകാൻ ആരോഗ്യം നശിക്കല്ലോ, സാറിൻ്റെ ആരോഗ്യം ഈ സമൂഹത്തിന് വേണം, സാറിന് ആവശ്യമുണ്ടാവില്ല. പക്ഷെ സാറിന് ഒരിക്കലും ഞാൻ എന്നിട്ട് റാഫി സാറിനോട് തന്നെ ഞാൻ പറഞ്ഞത് തോന്നുന്നുണ്ട്, സാറിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറയേണ്ടിയിരുന്നു. കാരണം ഉറക്കം നമ്മൾ നഷ്ടപ്പെട്ടാൽ അതൊരു നിശ്ചയ പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടും. നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമ്മളെ ഈ സേവനം നഷ്ടപ്പെടും. അപ്പൊ സമൂഹത്തിന് വലിയ നഷ്ടം ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് സാറിനോട് പറയാനുള്ളത് ആരോഗ്യം സൂക്ഷിച്ചിട്ട്. ഓക്കെ. അത് മനസ്സിലായി. ഇത് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഡെഡിക്കേഷൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മളൊരു പഠനത്തങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രായഭേദം തന്നെയാണ് പഠിക്കുന്ന പറയുന്ന പോലെ നമ്മളൊരു പഠിപ്പിക്കലാണ് ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് ആലോചിക്കുന്നുണ്ട്. ഒരു പ്രോബ്ലം തന്നെ നിങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ ആദ്യം ചേർന്നപ്പോൾ
ഒരു ഡാറ്റ ഇൻ്റർപ്രേഷൻ സാറ് പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ഞാനിത് ആവർത്തിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് വെറുതെ പറയാവൂ, 1-2 വട്ടമൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്കത് അനുഭവപ്പെട്ടു. എത്രയോ പ്രാവശ്യം ഒരു ഡാറ്റ തന്നെ നിങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇഫറിന്റെ ഒരു പേപ്പർ വൺ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഒരു ഇതില്? പേപ്പർ പ്രയാസമല്ല, എളുപ്പം തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഈഫറിന്റെ മൊത്തം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ? എളുപ്പം. ഓക്കെ, അറബിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഈഫറിന്റെ അറബിക്കും അതന്നെ PYQ ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളിപ്പോ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറബിക്ക് വലിയ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അറബിക്കിൽ എനിക്ക് പോയത്. അപ്പൊ ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചു. അതായത് പലർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ്, അവർ ഇത്ര കാലം ഈ ഒരു സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ഒരു അഹങ്കാരം, അതൊരിക്കലും അത് പൊട്ടിച്ചു തരും ഐഫർ. അതെനിക്ക് മനസ്സിലായി. ഒരരിഫ് കൊണ്ട് എന്റെ ആ കിബർ അത് പൊട്ടിച്ചു. അടുത്ത പ്രാവശ്യം നമ്മൾ ജയിച്ചു. അപ്പൊ അതാണ് ഈ ഐഫറിൽ വരുമ്പോ മനസ്സിലാക്കുന്നത്. നമ്മളൊരു ഗുരുനാഥന്റെ മുന്നിൽ പോകുമ്പോൾ നമ്മൾ 0 ആയിട്ട് പോകണം. നമ്മൾ ഏത് വിഷയത്തെ എക്സ്പെർട്ട് ആയിക്കോട്ടെ, ഒരു ഗുരുനാഥന്റെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ 0 ആയിട്ട് ചെന്നാലേ ആ കാലിക്കുപ്പിയിൽ അവർ നല്ല സാധനം തരുള്ളൂ. മറിച്ച് നമ്മൾ ഇതിൽ ഞാനൊക്കെ കുറച്ച് അറിവില്ല ആളാണ്, എനിക്കിപ്പോൾ കുറച്ച് സംശയം തീർക്കാനുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഗുരുനാഥൻ വല്ലാതെ മൈൻഡ് ചെയ്യൂല. അത് സാറിന്റെ ക്ലാസ്സിൽ എനിക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പൂജയായിട്ട് ചെന്നാൽ സാറ് വയറ് നിറച്ച് നമുക്കും എല്ലാവർക്കും പഠിക്കുന്ന നമ്മളെല്ലാവരും പഠിക്കുന്ന എല്ലാവർക്കും ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. ഇപ്പൊ ഞാനിതില് ഇപ്പം ഡെഫിനറ്റ്ലി നെറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് പരാജയ കഥകളൊന്നുമില്ല. പക്ഷെ നമ്മളെ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫ്രൈസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളും ഈ മൾട്ടിപ്പിൾ സമയം നെറ്റ് ചെയ്തും എന്നിട്ട് വിജയിക്കാൻ സാധിക്കില്ല. മുന്നോട്ട് പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ മുന്നോട്ട് പോകാൻ ഒരു എനർജി ഉണ്ടാവാറില്ല. പക്ഷെ അതേസമയം ഞാൻ കരീംഖാനെ വെച്ച് നോക്കുമ്പോൾ PG പഠിക്കുക എന്നുള്ളതിലെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷം തിരിച്ചു വന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട്, അതായത് ഓൾറെഡി നെറ്റിൽ ഒരുപാട് പരാജയപ്പെട്ട, ഇനിയിപ്പോ ഞാൻ പഠിക്കണം മുന്നോട്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ആ സ്വപ്നങ്ങൾ, എൻ്റെ ഈ സ്വപ്നം നെറ്റ് ക്വാളിഫൈ എന്നുള്ള സ്വപ്നം ഞാൻ ഒഴിവാക്കണം എന്നൊക്കെ കരുതുന്ന ആളുകൾ, അവരോട് എന്താ പറയാനുള്ളത്? അവരോട് നമ്മൾ അധ്യാപകർ പറയുന്ന അതേ ആ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അവർ PYQ ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യാം. ഓരോ വർക്കുകൾ ചെയ്യാൻ നമുക്ക് ഓരോ ടാസ്ക് തരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്താൽ 100% ജയിക്കും. അതിൽ അമാന്തം കാണിക്കുക, അലസത വരുത്തുക, അതെങ്ങനെയെങ്കിലും ശ്രദ്ധിക്കുക, അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് രാവിലെ 5 മണിക്കാണ്. ഞാൻ 5 മണിക്ക് ക്ലാസ് കേൾക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 4 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട്, 5 മണിക്ക് ജോലി സ്ഥലത്തെത്തും. ആ ജോലി സ്ഥലത്ത് എത്തി നിസ്കരിച്ചതിൻ്റെ ശേഷം എനിക്ക് 6:15 ക്ലാസ് തുടങ്ങുക. അതുവരെ ക്ലാസ് കേൾക്കും. അത് എഴുതിയെടുക്കണം. വെറുതെ ഒരു ക്ലാസ് നിലയിലേക്ക് വയല് കേൾക്കും പോലെ കേട്ടാൽ പോരാ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച എല്ലാ വിഷയവും ഏറ്റവും അറിയുന്ന എനിക്ക് പറ്റിയ നമ്മൾ പറഞ്ഞാൽ അറബി എനിക്ക് അറിയുന്നില്ലൊരു അഹങ്കാരത്തിൽ ഞാൻ നിന്നു. പക്ഷെ അത് എനിക്ക് മനസ്സിലായി. അറബി വരെ, അതായത് പുതിയ സിസ്റ്റത്തിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് നേരിടേണ്ടത് എന്ന ആ മെത്തേഡ് പഠിക്കണമെങ്കിൽ ആ അധ്യാപകരെ നിർദ്ദേശങ്ങൾ 100% പാലിക്കണം, എന്നാൽ തീർച്ചയായിട്ടും വിജയിക്കും. ഇതിൽ തന്നെ പലർക്കുള്ള അടുത്തൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഡിജിറ്റൽ ആണല്ലോ, ഇപ്പൊ കുറച്ചൊരു ഏജ്ഡ് ആയ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. കമ്പ്യൂട്ടർ എക്സാം ആണ്, അതൊരു ഓൺലൈൻ എക്സാം ആണ്, ഒബ്ജക്റ്റീവ് എക്സാം ആണ്, ഇത് നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്ക് പണ്ടത്തെ കർപ്പിക്കണേ എഴുതണേനി നല്ലേ എന്നുള്ള ഇതിലേക്ക് ഈ സിസ്റ്റത്തിനോടുള്ള വിമുഖത കാരണം പലർക്കും സീരിയസ് ആയിട്ട് പെർഫോം ചെയ്യാൻ. അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തത്? ഞാൻ ഈ അതായത് കമ്പ്യൂട്ടർ വന്ന കാലം മുതൽ എന്നാൽ 86 മുതൽ കമ്പ്യൂട്ടർ സാക്ഷരതയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് വേഡ് സ്റ്റാർ, അതുപോലെ തന്നെ ലോട്ടസ്, ഡോസ് എന്നൊക്കെ കമ്പനി, മൗസ് ഒന്നുമില്ല. ആ കാലത്തെ ഞാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കമ്പ്യൂട്ടറിനോട് കൂടുതൽ താല്പര്യമാണ്, അത് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ ഇന്ന് വരെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും കമ്പ്യൂട്ടർ ഇഷ്ടമാണ്. ഇപ്പോഴുണ്ട് നമ്മളെ വർക്കുകളൊക്കെ നടക്കില്ല. ഞാനിപ്പോ ഗ്രാഫിക് ഡിസൈനിങ്, ഓട്ടോകാഡ്, 3ds മാക്സ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ്. കമ്പ്യൂട്ടറിലാണ്. പിന്നെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഇപ്പോഴുള്ള കാലത്ത്. ഇപ്പൊ നിങ്ങൾ കൂടുതൽ കമ്പ്യൂട്ടറിലൊക്കെ ഇടപെടുന്ന, മൊബൈലിലൊക്കെ ഇടപെടുന്ന ആളാണ്, നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക, ഡിസ്ട്രാക്ഷൻ ആവുക, യൂട്യൂബ്, വാട്സപ്പ്, ഒരുപാട് ഓപ്ഷൻസ് ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രിപ്പറേഷൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ആ കൺസിസ്റ്റൻസി കരീംഖാൻ മാനേജ് ചെയ്തത്? കൺസിസ്റ്റൻസി ഞാൻ കൂടുതലും ജോലി സമയം കഴിഞ്ഞ ബാക്കിയുള്ള സമയം ഫുള്ളായിട്ട് ഇതിനോട് വിനിയോഗിച്ചു. സാറ് പറയാറുണ്ടല്ലോ 5 മണിക്കൂർ 6 മണിക്കൂർ പഠിച്ചാൽ പോരാന്നില്ല. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. ബാത്റൂമിൽ വരെ ഞാൻ റെക്കോർഡിംഗാണ് കൊണ്ടിരിക്കുക. വീട്ടുകാരെന്നെ പറയും 24 മണിക്കൂറും ക്ലാസ്സിൽ തന്നെയായിരുന്നു. എപ്പോഴാണ് ക്ലാസ് അല്ലാത്തതെന്ന് എനിക്കറിയില്ല. 24 മണിക്കൂർ. യാത്രയിലാണെങ്കിൽ ഇയർഫോൺ കുത്തി മൊബൈൽ വെക്കും. അപ്പൊ എപ്പോഴും സാറിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അത് കൽബിലായിട്ട് പതിച്ചു ആഴത്തില്. പിന്നെ ഇപ്പൊ അതില്ലാത്തൊരു
ടെൻഷൻ ഉണ്ട്, അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറെ കാലം നമ്മൾ കാരണം മ്യൂസിക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, പിന്നെ അവസാനമായിട്ട് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിജയിക്കാൻ സാധിക്കാത്ത ആളുകളോട് എന്താണ് പറയാനുള്ളത്? സാറിന്റെ ക്ലാസ്സുകൾ മാരത്തോൺ ക്ലാസ് ഉണ്ടല്ലോ, അത് 100% ഫോളോ ചെയ്യുക. അതിപ്പോ ഈ സമയത്ത് അതേ കഴിയുള്ളൂ. ഇനി ഒരു ആത്മവിശ്വാസം ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച്. പക്ഷെ ഈ ഒരു എക്സാമിന് അപ്പുറത്തേക്ക് ഐഫറിന് അപ്പുറത്തേക്ക് പുറത്തുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? പഠനം എന്നുള്ളത് നമ്മളൊരു പാഷനായിട്ട് മാറണം. മറ്റുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഫ്രീ ആക്കി തരുന്ന സംഗതിയാണ് മാനസ്. അത് മനസ്സിലൊന്നുമില്ലെങ്കിലാണ് അനാവശ്യ ചിന്തകൾ കടന്നുവിടുക. മനസ്സിലൊരു ടാർഗറ്റ്, ഒരു പദ്ധതി നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടുവന്നാൽ വേറെ ചിന്തകൾക്കൊന്നും നമുക്ക് ചിന്ത വരില്ല. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ, അത് അവർക്കും അറിയാം, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തലയിൽ മുഴുവതാണ്. അപ്പൊ പിന്നെ അവരെ ചെയ്തോളൂ. അത് ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പൊ ബാക്കി സാധാ ആളുകളൊക്കെ ജീവിതത്തിൽ ആകെ സ്വയലാണ്, ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്, പഠിക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ പഠിക്കുക എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ. മറ്റുള്ളതൊക്കെ മറ്റുള്ള ആരെങ്കിലും ഒക്കെ ചെയ്തോളും. പഠനം എന്നുള്ളത് നമ്മൾ ഫർദ് അതിന് തരും, നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. മറ്റുള്ള വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുടുംബത്തിൽ ഫാമിലി, ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, അവരൊക്കെ ചെയ്തോളും. പിന്നീട് സപ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷെ പഠനം എന്നുള്ളത് നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യം, അത് നമ്മൾ മാത്രം ചെയ്യണം. ഒരിക്കൽ കൂടി ഒരുപാട് അഭിനന്ദനങ്ങൾ, ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടി. നമുക്ക് പറഞ്ഞ പോലെ ഒരു ടീച്ചറെ കുറിച്ച്, ഒരു വിദ്യാർത്ഥിയെ കുറിച്ച്. അപ്പൊ നമുക്ക് ഇത്രയാണ് നമുക്ക് ഒരു ബേസിക്കലി കരീം കെയുടെ വളരെ വലിയ കഥയിൽ വളരെ കുറച്ച് കാര്യങ്ങളുള്ളത്. ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടി, നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഏജ് ഡസിൻ മാറ്റർ. ഓക്കെ, പഠിക്കുക എന്നുള്ളതിനെ ഇഷ്ടപ്പെടുക, പഠിക്കുക എന്നുള്ളത് ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആക്കുക. അതാക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. ഏജിനനുസരിച്ച് ഓർമ്മശക്തി നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല, ബുദ്ധിയെ ബാധിക്കാൻ പോകുന്നില്ല. മാത്സ് ആണോ റീസണിങ് ആണോ ഒന്നും ഒരു വിഷയമില്ല, പ്രൊവൈഡഡ് യു കണ്ടിന്യൂ. അപ്പം നിങ്ങൾ പണ്ട് കണ്ട എന്തെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റാവുന്നതൊക്കെ പെർസ്യൂ ചെയ്യുക. ഓക്കെ, പറ്റാവുന്നതൊക്കെ അച്ചീവ് ചെയ്യുക. ഇൻ ദ എൻഡ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പഠിച്ച് ജോലി നേടി പണം ഉണ്ടാക്കി ഒക്കെ എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോരോ സമയത്ത് കണ്ട ചെറിയ ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ PG ചെയ്യുക, ആ സ്വപ്നങ്ങൾ സ്വന്തമാക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കരീം കെയുടെ കഥയിൽ പറയാനുള്ളത്. കൂടുതൽ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും ലൈഫ് എഡ്യൂക്കേഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.